മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മൾ എത്ര വ്യത്യസ്തമായ വിഭവങ്ങൾ അന്വേഷിച്ചു പോയാലും അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തുന്നത് എവിടേക്കാണ്? നമ്മുടെ നാടൻ വിഭവങ്ങളിലേക്ക് തന്നെയാണ്. കാര്യം നാടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എന്താ പറയുക, ഭക്ഷണക്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. കാര്യം നമ്മൾ കേരളത്തിൽ ജനിച്ചവർ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം നാടൻ ഭക്ഷണം തന്നെയാണ്. കേരളത്തിൻ്റെ തനതായ രുചിയുള്ള കാര്യങ്ങൾ, അതിലൊരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ വെളിച്ചെണ്ണ, കറിവേപ്പില, പിന്നെന്താ നമ്മുടെ സാധാരണ മസാലകളെല്ലാം, മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനത്തെ കാര്യം, പിന്നെ തേങ്ങാപ്പാൽ, ഇതൊക്കെ നമ്മുടെ ആ ഡയറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ വിഭവങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ നോൺ വെജ് കഴിക്കുന്നവർക്ക് പ്രധാനമാണ് മത്സ്യം. അപ്പോൾ എല്ലാ ദിവസവും മത്സ്യം കഴിക്കുന്ന വീടുകളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇറച്ചി പോലെയുള്ള കാര്യങ്ങൾ, ചിക്കനായാലും മട്ടണായാലും ഒക്കെ ആഴ്ചയിലൊരു ദിവസമൊക്കെ ആയിരിക്കാം. പക്ഷേ മത്സ്യം നിർബന്ധമായും വേണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇതൊരു സാധാരണ മീൻ കറിയല്ല, വളരെ സാധാരണമായൊരു മീനുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. എന്നാൽ തനി നാടൻ വിഭവമാണ്. കൂർക്കയുമായി ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൂർക്ക എന്ന് പറഞ്ഞാൽ ഒരു കിഴങ്ങാണ്, ഒരു ഉരുളക്കിഴങ്ങൊക്കെ പോലെയുള്ളൊരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട കാര്യമാണ് കൂർക്ക. അതൊരു സീസണലായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ കൂർക്കയും ഇറച്ചികൾ, പലതരം ഇറച്ചികൾ, ഇപ്പോൾ പന്നിയുടെ കൂടെ, പന്നി ഇറച്ചിയുടെ കൂടെ, ചിക്കൻ്റെ കൂടെ, നമ്മളും എനിക്ക് തോന്നുന്നു ചിക്കൻ്റെ കൂടെ അങ്ങനെ ഒരു കൂർക്ക തയ്യാറാക്കിയിട്ടുണ്ട്. കൂർക്ക ചിക്കൻ ഒരു കാര്യം. അപ്പോൾ ഇതെല്ലാം ഒരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മത്തിയും കൂർക്കയും കൂടെ വന്നാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ ഇതൊരു മത്തി കൂർക്ക ഒരു കുഴമ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ. കറി പോലെയല്ല, ഇങ്ങനെ പുരണ്ടിരിക്കുന്ന നല്ല കട്ടിയുള്ളൊരു കാര്യം. മത്തി കൂർക്ക കുഴമ്പ്, ഇത് തനി നാടനാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല നെയ്മത്തി 1 കിലോ കഷ്ണങ്ങളാക്കിയത്, കൂർക്ക 1/4 കിലോ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത്, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം നീളത്തിൽ ഘനം കുറച്ചരിഞ്ഞത്, പച്ചമുളക് 2 വലുത് 2ആയി പിളർന്നത്. ഇനി മറ്റു ചേരുവകൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, തക്കാളി 2 എണ്ണം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, കൊടംപുളി 2 വലിയ കഷ്ണം വെള്ളത്തിൽ കുതിർത്തത്, വെള്ളം 1 കപ്പ്, കറിവേപ്പില 4 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ആദ്യം നമുക്ക് കൂർക്ക വേവിക്കാനായിട്ട് ഇടാം. എനിക്ക് കൂർക്ക വലിയ ഇഷ്ടമാണ്. മെഴുക്ക് വരട്ടിയായിട്ടാണെങ്കിലും തോരനായിട്ടാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച്, ഇതൊരു 1/4 കിലോ ആണ് എടുത്തിരിക്കുന്നത്. വേകാൻ ആവശ്യമുള്ള വെള്ളം. ഇച്ചിരി വേഗമുള്ള കാര്യമായതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം വേവിക്കുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 3/4 വേഗിൽ വേവിച്ചാൽ മതി. ബാക്കി വേഗമെല്ലാം നമ്മൾ മീനിൻ്റെ കൂടെ വേവിക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഇത് വേകട്ടെ, ഒരു സൈഡിലിട്ട് വേവിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പുറത്തെ അടുപ്പിലേക്ക് കൂർക്കയെ മാറ്റാം. ഇതിവിടെ വെന്തുകൊണ്ടിരിക്കട്ടെ. എന്നിട്ട് ഈ അടുപ്പിലേക്ക് നമ്മൾ ഒരു മീൻ ചട്ടി വയ്ക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, മുഴുവനെയുള്ള ഉലുവ ഇടാം. അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ, പൊട്ടി തുടങ്ങുന്നുണ്ടല്ലോ, ഈ സമയത്ത് 2-3 കാര്യങ്ങൾ, പ്രധാനമായിട്ട് നമ്മുടെ നാടൻ സാധനങ്ങൾ തന്നെയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി. അതിൽ ഇഞ്ചി അരിഞ്ഞ 1.5 ടേബിൾ സ്പൂൺ വരെ എടുത്തു. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ അരിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 അല്ലി അല്ലെങ്കിൽ 5-6 അല്ലി വെളുത്തുള്ളി ചതയ്ക്കുക. ചെറിയ ഉള്ളിയും ചതച്ചാലും മതി. ഒരു 10 അല്ലിയോളം ചെറിയ ഉള്ളി, കൊച്ചുള്ളി, അതും കൂടി ചേർക്കാം. അപ്പോൾ ഉലുവ മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് ഇഞ്ചി, ഇതെല്ലാം കൂടി ചതച്ച് ചേർത്താലും മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അരിയാനുള്ള സമയം പോലും വേണം. ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ചതയ്ക്കാണെങ്കിൽ ഒറ്റ ട്രിപ്പിന് തീരും കാര്യങ്ങൾ. ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതുപോലെ വഴറ്റുക. പിന്നെ 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്.
അപ്പോൾ നമ്മുടെ ഗൂർക്ക ഒരു സൈഡിൽ ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുന്നതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. കണ്ടല്ലോ, ഇച്ചിരി വേഗമുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ ഒരു 3/4 വേഗമാകുമ്പോൾ നമുക്ക് മതിയാക്കാം. ബാക്കി മീനിൻ്റെ കൂടെ ഇട്ട് വേവിക്കാം. അപ്പോൾ മീനിൻ്റെ സ്വാദ് നന്നായിട്ട് ഗൂർക്കയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വേണ്ട കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് ഇങ്ങനെ കയറുന്നൊരു പാകം ഒന്ന് നിറം മാറി തുടങ്ങണം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയൊക്കെ ആവശ്യാനുസരണം ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാടൻ വിഭവങ്ങൾക്ക് കറിവേപ്പില എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലാണ്. എല്ലാം നാടൻ ചേരുവകൾ മാത്രമേ ഇതിൽ ചേർന്നിട്ടുള്ളൂ. ഇപ്പോൾ അതായി കൂർക്കയിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിലേക്ക് പിടിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിയുടെയൊക്കെ നിറമൊക്കെ മാറി തുടങ്ങുന്നു കാര്യങ്ങളെല്ലാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിലേക്ക് കുറച്ച്, ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ കൂർക്കയിൽ ചേർത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഈ കാര്യത്തിന് ചേർക്കുക. അതായത് ഈ മീൻ കറിയുടെ ബാക്കി കാര്യങ്ങൾക്ക് മസാലയുടെ കൂടെ ചേർക്കാം. തീ ഒരൽപ്പം കുറയ്ക്കാം. എന്നിട്ട് കുറച്ച് മുളക് പൊടി അധികം വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ധാരാളം മതിയാകും. നമുക്കിതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ്, കളറും ടേസ്റ്റുമാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് മുളക് പൊടി ഒരു 1/2 മുക്കാലോ ചേർത്താൽ മതി. ഇനി മെയിനായിട്ട് വരുന്നത് പെപ്പർ, കുരുമുളക് ഏതാണ്ടൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കും. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, കൂടുതൽ കുറേയൊക്കെ ചെയ്യുന്നത് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല മണം, കുരുമുളകിൻ്റെ നല്ല പെപ്പർ സ്മെൽ. ഇനി 2 ടൊമാറ്റോ. തീയൊക്കെ നന്നായിട്ട് കുറയ്ക്കണം ഇടയ്ക്ക് വെച്ച്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കാര്യങ്ങൾ. ഒരല്പം വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിർബന്ധമില്ല, നോക്കിയിട്ട് എത്ര എരിവ് വേണം അതനുസരിച്ച് 2 മുതൽ 2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ തൊട്ട് തുടങ്ങാം. 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ടൊമാറ്റോയും ചേർത്ത് നന്നായിട്ട് വഴറ്റും. ഇനി ഇതിലേക്ക് 2 കൊടംപുളി ഒരു 1/4 കപ്പോ 1/2 കപ്പോ വെള്ളത്തിൽ കുതിർത്തത് അതും കൂടി ചേർക്കാം. ആ വെള്ളത്തോട് കൂടി ചേർക്കുകയാണ്. ഇനി ഞാൻ തീ ഒരൽപ്പം കൂട്ടി കൊടുക്കുന്നു. കാര്യം ഇപ്പോൾ ഇതിൽ വെള്ളമുണ്ടല്ലോ, അതിൽ ചാറുണ്ട്. അപ്പോൾ ഭയങ്കര ഡ്രൈ അല്ല, അതുകൊണ്ട് കരിയാനുള്ള സാധ്യതകളൊന്നും ഇല്ല. കണ്ടില്ലേ അതിൻ്റെ മസാലയുടെ കളർ എങ്ങനെയുണ്ട്? ഒരു ബ്രൗൺ കളറല്ലേ. അതാണ് കുരുമുളകിൻ്റെ ആ ഒരു കളറാണ് നമുക്ക് വേണ്ടത്, പെപ്പർ കളർ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം. നമ്മുടെ മത്തി വേകാൻ ആവശ്യമുള്ള വെള്ളം ഏകദേശം 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലൊരു തിള വരട്ടെ. അത് കഴിഞ്ഞ് നമ്മുടെ മത്തി ഇതിനകത്തേക്ക് മാറ്റും. മത്തി ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് വലിപ്പമുള്ള മത്തിയല്ല കിട്ടിയത്, ഇച്ചിരി ചെറുതായിരുന്നു. പക്ഷെ ഓരോന്നിനെ ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ തലയൊക്കെ വെച്ച് ഇങ്ങനെയാണ് മുറിച്ചിരിക്കുന്നത്. നല്ല ഫ്രഷ് പച്ച മീൻ. ഗൂർക്ക വെന്തുകൊണ്ടിരിക്കുന്നു. ഒരു 3/4 വേഗമാകുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ മീനും ഏകദേശമൊക്കെ ആകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചട്ടി ഒന്ന് അനക്കി കൊടുക്കാം. ഓക്കെ, ഈ സ്റ്റേജിൽ നമ്മൾ തടിത്തവി കൊണ്ടൊന്നും ചെറുതായിട്ടൊക്കെ പുഷ് ചെയ്താലൊന്നും കുഴപ്പമില്ല. കാര്യം വെന്തിട്ടില്ലല്ലോ. വെന്ത് കഴിഞ്ഞാൽ ഒരു അരപ്പാകമെങ്കിലും വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചട്ടി ഇങ്ങനെ ചുറ്റിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തവിയിട്ട് ഇളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നമ്മളുടെ മീൻ ഏകദേശം ഒരു 3/4 വേഗം ആകട്ടെ. കൂർക്കയും നന്നായിട്ട് വെന്ത് വരട്ടെ ഒരു ഏകദേശമൊക്കെ. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് കമ്പൈൻ ചെയ്യുന്നതല്ല രണ്ടും കൂടെ യോജിപ്പിക്കുന്നതെന്നൊക്കെ കാണാം. എന്തായാലും ഈ പാത്രം അടച്ചിച്ചിരി നേരം ഞാൻ വേവിക്കും. അത് ഞാൻ പാത്രം മാറ്റിയിട്ട് ബാക്കി സമയം, അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആകും. വെയിറ്റ് ചെയ്യുക.
നമ്മുടെ മത്തിക്കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുരുമുളക് മത്തി ഇങ്ങനെ കുറച്ച് ചാറോടുകൂടി ഏതാണ്ടൊക്കെ മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. കൂർക്കയുടെയും ഒരു മുക്കാൽ ഭാഗം വേഗമായി കഴിഞ്ഞു. ഇനി അതിൽ നിന്നും ഊറ്റിയെടുത്ത് ഇതിനകത്തേക്ക് ഇടുക. ഇനി ഒന്നിച്ച് കിടന്ന് വേഗട്ടെ. രണ്ടിൻ്റെയും വേഗ് ഒന്നിച്ചായി. ഇനി ഒന്നിച്ചൊരു വേഗൽ. വലിയ ഇളക്കലില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ഇളക്കി വിടാം. ഇനി കൂർക്കയും മത്തിയും എല്ലാം കൂടി കിടന്ന് ഒന്നിച്ച വേഗം വെന്ത് ഏകദേശമൊക്കെ കുറേയൊക്കെ വറ്റി ഒരു കുഴമ്പ് പാകത്തിലാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ലതായിട്ട് പാകത്തിന് കുഴമ്പ് പോലെ ആയി വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി ചട്ടിയിൽ ഇരുന്നൊരു വറ്റലുണ്ടല്ലോ, അത് കണക്കാക്കിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. കൂർക്കയുടെയൊക്കെ പീസസിലെല്ലാം നല്ല ചാറൊക്കെ പിടിച്ച് ആ മീനിൻ്റെ സത്തെല്ലാം ഇറങ്ങി ആ ഒരു രുചിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരല്പം വെളിച്ചെണ്ണ, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരല്പം ഇങ്ങനെ ഒഴിക്കാം. ഇനി 2 ഫ്രഷ് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇടാം. മതി, ഇത്ര ആവശ്യമുള്ളൂ. അങ്ങനെ വളരെ നാടൻ സ്വാദുള്ള ഒരു കിടിലം വിഭവമാണിത്, നമ്മളുടെ മത്തി കൂർക്ക കുഴമ്പ്. ഇത് നല്ല ചൂട് ചമ്പാവരി ചോറിൻ്റെ കൂടെ ഒരു സൈഡിലേക്ക് വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കൂ. എന്തൊരു സ്വാദായിരിക്കും എന്നറിയാമോ? പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണെന്ന്. കാണുമ്പോൾ അറിയില്ല, ഇങ്ങനെ എടുത്ത് വരുമ്പോൾ കുരുമുളകിൻ്റെയൊക്കെ ഒരു സ്വാദും ആ പുളിയും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് ആ കൂർക്കയുടെ ഒരു സ്വാദും എല്ലാം കൂടെ ഗംഭീരമായൊരു ഐറ്റമാണ്. തനി നാടൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കാം, ഇഷ്ടമാവും.